നമ്മളെ നയിക്കുന്നവർക്ക് എന്ത് വിദ്യാഭ്യാസ യോഗ്യത വേണം? ന്യായമായ ഒരു ചോദ്യമാണത്. പോലീസ് കോൺസ്റ്റബിളായി വർഷങ്ങളോളം ജോലി ചെയ്ത് രാഷ്ട്രീയത്തിലിറങ്ങി മന്ത്രിപദത്തിൽ എത്തിയവർ മുതൽ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട്സ് വരെയുണ്ട് മോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ. 2 മുൻ IFS ഉദ്യോഗസ്ഥരും IASകാരുമെല്ലാം തന്നെയും മോദിയുടെ ടീമിന് അഴകായി നിൽക്കുന്നു. സ്വർണ്ണ മെഡലോടെ ബിരുദാനന്തര ബിരുദം നേടി രാഷ്ട്രീയ വഴി തെരഞ്ഞെടുത്തവരും PhDക്കാരും സ്കൂൾ കോളേജ് അധ്യാപകരും എല്ലാം തന്നെയും മന്ത്രിസഭയുടെ പട്ടികയിലുണ്ട്. ഈ വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളെക്കുറിച്ചും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ചുമാണ്. ആദ്യം തന്നെയുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ്. ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട നരേന്ദ്രമോദിയുടെ സത്യവാങ്മൂലം പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഗുജറാത്ത് സർവകലാശാലയിൽ നിന്നും MA പൊളിറ്റിക്കൽ സയൻസും അതുപോലെ തന്നെ ഡൽഹി സർവകലാശാലയിൽ നിന്ന് ബാച്ചിലേഴ്സുമാണ്. അടുത്തത് നരേന്ദ്രമോദി മന്ത്രിസഭയിലെ രണ്ടാമനായ രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ് കഴിഞ്ഞ തവണയും പ്രതിരോധ വകുപ്പ് തന്നെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അതേസമയം വാജ്പേയിയുടെ മന്ത്രിസഭയിൽ കൃഷി വകുപ്പുകളും കൈകാര്യം ചെയ്തു. രാജ്യസഭയിലും ലോക്സഭയിലും ദീർഘകാല പ്രവർത്തന പരിചയമുള്ള നിലവിൽ ലക്നൌവിൽ നിന്നുള്ള MP ഊർജ്ജ തന്ത്രത്തിലാണ് ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയിരിക്കുന്നത്. കോളേജ് അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് രാജ്നാഥ് സിംഗ് എത്തുന്നത്. മോദിയുടെ മന്ത്രിസഭയിലെ മൂന്നാമൻ എന്ന് പറയുന്നത് അമിത്ഷായാണ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. ഒരുപക്ഷെ നരേന്ദ്രമോദി കഴിഞ്ഞാൽ BJPയിലെ ഏറ്റവും ശക്തനായ നേതാവാണ് അമിത്ഷാ. കഴിഞ്ഞ സർക്കാരിലും ആഭ്യന്തരമന്ത്രി തന്നെ. ഗുജറാത്ത് കാലം തൊട്ടേ നരേന്ദ്രമോദിയുടെ വിശ്വസ്തനാണ് അമിത്ഷാ. BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനുമായിരുന്നു. ഗാന്ധിനഗറിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് വീണ്ടും വിജയിച്ചു. മോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. BJPയുടെ തുടർ ജയങ്ങളുടെ പ്രധാന സൂത്രധാരനാണ് അമിത്ഷാ. ബയോ കെമിസ്ട്രിയിലാണ് അമിത്ഷായ്ക്ക് ബിരുദമുള്ളത്. ഈ മന്ത്രിസഭയിലെ നാലാമൻ എന്നറിയപ്പെടുന്നത് നിതിൻ ഗഡ്കരിയാണ്, BJPയുടെ മുൻ ദേശീയ അധ്യക്ഷൻ. കഴിഞ്ഞ സർക്കാരുകളിൽ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തു. അതിൽ തന്നെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നടത്തിയ ഇടപെടലുകളിലൂടെ ഇന്ത്യയുടെ ഹൈവേ മാൻ എന്നാണ് അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ സംസ്ഥാനത്ത് മന്ത്രിയുമായിരുന്നു. നിലവിൽ നാഗ്പൂരിൽ നിന്നുള്ള MP ആണ് അദ്ദേഹം. കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദമാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ യോഗ്യത. പിന്നെയുള്ളത് LLB ആണ്. 2024 പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് BJPയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി JP നഡ്ഡ. ഒന്നാം മോദി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരിക്കെ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് തുടക്കമിട്ടു. ABVPയിൽ നിന്നും തുടങ്ങിയ രാഷ്ട്രീയ യാത്രയാണ് JP നഡ്ഡയുടേത്. തുടക്കകാലം മുതൽ മോദിയും അമിത്ഷായുമായും അടുപ്പം പുലർത്തുന്ന നേതാവാണ് JP നഡ്ഡ. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് ഇദ്ദേഹം. നിയമത്തിൽ ബിരുദമാണ് JP നഡ്ഡയുടെ വിദ്യാഭ്യാസ യോഗ്യത. അടുത്ത ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഒരു പുതുമുഖമാണ്. അദ്ദേഹം ഒരു മുൻ മുഖ്യമന്ത്രി കൂടിയാണ്, ശിവരാജ് സിംഗ് ചൌഹാൻ. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ BJP നേതാവാണ് ഇദ്ദേഹം. 2004 BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ ചൌഹാൻ 1.5 പതിറ്റാണ്ടോളം പദവിയിൽ തുടർന്നു. ജനകീയ പദ്ധതികളിലൂടെ ജനപ്രിയ നേതാവായി മാറി. മുഖ്യമന്ത്രി ആവുന്നതിന് മുൻപേ പ്രതിനിധീകരിച്ചിരുന്ന വിദിശയിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് കേന്ദ്രത്തിൽ രണ്ടാം അംഗത്തിന് ശിവരാജ് സിംഗ് ചൌഹാൻ എത്തിയിരിക്കുന്നത്. ഫിലോസഫിയിൽ അഥവാ തത്വശാസ്ത്രത്തിൽ സ്വർണ്ണ മെഡലോടെ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ വ്യക്തിയാണ് ശിവരാജ് സിംഗ്. നരേന്ദ്രമോദി മന്ത്രിസഭയിലെയും BJPയിലെയും തന്നെ ഏറ്റവും പ്രബലയായ വനിതാ നേതാവാണ് അടുത്തത്, നിർമ്മല സീതാരാമൻ. കഴിഞ്ഞ 2 മോദി മന്ത്രിസഭകളിലായി ഒട്ടേറെ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തു. കഴിഞ്ഞ സർക്കാരിൽ ധനമന്ത്രിയായിരുന്നു. അതിനു മുൻപ് പ്രതിരോധ മന്ത്രിയും. രാജ്യത്ത് പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രണ്ടാമത്തെ വനിതയാണ് നിർമ്മല സീതാരാമൻ. തമിഴ്നാട് മധുര സ്വദേശിയാണ്. കർണാടകയിൽ നിന്നാണ് രാജ്യസഭാംഗമായത്. പാർട്ടിയുടെ മുൻ വക്താവായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും MPhilമുണ്ട് നിർമ്മല സീതാരാമന്. അതും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ് നിർമ്മല സീതാരാമൻ പഠിച്ചത്. കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് S ജയശങ്കർ. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയാണ് ഇനി പറയാൻ പോകുന്നത്. കഴിഞ്ഞ സർക്കാരിൽ വിദേശകാര്യമന്ത്രി തന്നെ ആയിരുന്നു S ജയശങ്കർ. വിദേശകാര്യ സെക്രട്ടറി ആയ ശേഷമാണ് 1977 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ ജയശങ്കർ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. US, ചൈന, ചെക്ക് റിപ്പബ്ലിക് എന്നിവിടങ്ങളിൽ ഇന്ത്യൻ അംബാസഡറും സിംഗപ്പൂരിൽ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറുമായിരുന്നു. ഇന്ത്യയിലെ ശാക്തിക തന്ത്രചിന്തയുടെ പിതാവെന്ന് വിശേഷിക്കപ്പെട്ടയാളാണ് ജയശങ്കറിന്റെ പിതാവ് K സുബ്രഹ്മണ്യം എന്ന IFS ഓഫീസർ. JNUവിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും PhDയും നേടിയ വ്യക്തിയാണ് S ജയശങ്കർ. അടുത്തത് പീയൂഷ് ഗോയലിന്റെ വിദ്യാഭ്യാസ യോഗ്യതയാണ്. കഴിഞ്ഞ സർക്കാരിൽ വാണിജ്യ മന്ത്രിയായിരുന്നു പീയൂഷ് ഗോയൽ. റെയിൽവേ, കൽക്കരി, ധനകാര്യം, കമ്പനി കാര്യം തുടങ്ങിയ വകുപ്പുകളും ഈ കാലത്ത് തന്നെ കൈകാര്യം ചെയ്തിരുന്നു.
നേരത്തെ BJPയുടെ ദേശീയ ട്രഷററായിരുന്നു. യോഗ്യതകൾ നോക്കിയാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് പീയൂഷ് ഗോയൽ എന്ന കേന്ദ്രമന്ത്രി. സ്വന്തം മന്ത്രിസഭയിലേക്ക് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ അതീവ ശ്രദ്ധയോടെ പ്രൊഫഷണലുകളെ തെരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയ വ്യക്തിയാണ് അശ്വിനി വൈഷ്ണവ്. കഴിഞ്ഞ സർക്കാരിൽ റെയിൽവേ, IT എന്നിവയായിരുന്നു പ്രധാന വകുപ്പുകൾ. വന്ദേ ഭാരത് ട്രെയിനുകളുടെ പേരിൽ പ്രശംസ നേടിയ വ്യക്തി കൂടിയാണ് അശ്വിനി വൈഷ്ണവ്. നിലവിൽ ഒഡീഷയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. മുൻ IAS ഉദ്യോഗസ്ഥനായിരുന്നു അശ്വിനി വൈഷ്ണവ്. 2019 സിവിൽ സർവീസ് വിട്ട് BJPയിൽ ചേരുന്നു. ബാലസോറിലും കട്ടക്കിലും കളക്ടറായി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. കാൺപൂർ IITയിൽ നിന്ന് M.Tech ആണ് അശ്വിനി വൈഷ്ണവിന്റെ യോഗ്യത. സീമൻസ് എന്ന ബഹുരാഷ്ട്ര കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു അശ്വിനി വൈഷ്ണവ്. കോവിഡ് പടർന്നു പിടിച്ച കാലത്ത് കേട്ടുപരിചയിച്ച ഒരു പേരായിരുന്നു മൻസുഖ് മാണ്ഡവ്യ എന്ന പേര്. മോദിയും അമിത്ഷായും കഴിഞ്ഞാൽ ഗുജറാത്തിൽ നിന്നുള്ള പ്രധാന നേതാക്കളിൽ ഒരാൾ. കോവിഡ് പ്രതിസന്ധിക്കിടെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ചുമതല BJP നേതൃത്വം വിശ്വസിച്ചേൽപ്പിച്ചത് മൻസുഖ് മാണ്ഡവ്യയായിരുന്നു. ഭാവിയിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി പോലും ആയേക്കുമെന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് മൻസുഖ് മാണ്ഡവ്യ. നേരത്തെ രാജ്യസഭാംഗമായിരുന്ന മൻസുഖ് മാണ്ഡവ്യ ലോക്സഭയിലേക്കുള്ള കന്നി മത്സരത്തിൽ പോർബന്തറിൽ നിന്നും 3.8 ലക്ഷം വോട്ടുകൾക്കാണ് ജയിച്ചത്. പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദമാണ് മൻസുഖ് മാണ്ഡവ്യയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. ഒരാളുടെ വിദ്യാഭ്യാസ യോഗ്യത കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. മറ്റാരുമല്ല, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ സുരേഷ് ഗോപി. കേരളത്തിൽ BJPക്കായി ഒരു ലോക്സഭാ സീറ്റ് വിജയിപ്പിച്ച ആദ്യ നേതാവ്. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ. നേരത്തെ രാജ്യസഭാംഗമായിരുന്നു. 2016 ഔദ്യോഗികമായി BJPയിൽ ചേർന്നു. MA ഇംഗ്ലീഷാണ് സുരേഷ് ഗോപിയുടെ വിദ്യാഭ്യാസ യോഗ്യത. ക്യാബിനറ്റ് ചുമതലയുള്ള മന്ത്രിമാരും സഹമന്ത്രിമാരും ഉൾപ്പെടെ ഏകദേശം 70 മുകളിൽ മന്ത്രിമാരുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3ാം മന്ത്രിസഭയിൽ. മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ പൊതുവെ മന്ത്രിമാരുടെ വിദ്യാഭ്യാസ നിലവാരം മികച്ചതെന്ന് വ്യക്തമാണ്. ബിരുദക്കാരും നിയമബിരുദധാരികളുമാണ് കൂടുതലായിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മെ ഭരിക്കാൻ വേണ്ടി നാം തന്നെ തെരഞ്ഞെടുത്തവർക്ക് നമ്മെ ഭരിക്കാനുള്ള മിനിമം വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാവുന്നതാണ്.